ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് മക്കാന കൊണ്ടുള്ള രണ്ട് രീതിയിലുള്ള സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. മക്കാന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവില്ല. താമര വിത്തിനാണ് മക്കാന എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് നാട്ടിൽ അധികം കിട്ടാനില്ല. ഇവിടെ മിക്കവാറും എല്ലാ ഷോപ്പുകളിലും ഇത് കിട്ടും. ഒരുപാട് പോഷക ഗുണമുള്ള ഒന്നാണ് ഈ മക്കാന. ഇതിൽ ഒരുപാട് പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഉണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇത് ഒരുപോലെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാക്കറ്റിലാണ് ഈ ഒരു മഖാന നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇതുപോലെ വൈറ്റ് കളറിലാണ് ഉണ്ടാകുക. ഇത് വാങ്ങിക്കുമ്പോൾ ഒട്ടും തന്നെ ക്രിസ്പി ആയിരിക്കില്ല. ഇത് കുറച്ച് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഒന്നും പൊടിഞ്ഞു പോകില്ല. ആ ഒരു രീതിയിലാണ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് സാധാരണ കഴിക്കുക. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഖാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും. ഇനി ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് റോസ്റ്റ് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നേരത്തെ വറുത്തെടുക്കുന്നതിന് മുമ്പേ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നില്ലായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെയും കഴിക്കാം, വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇന്ന് 2 രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് ഒരു മസാല മഖാനയും മറ്റേത് കുറച്ചുകൂടി സ്വീറ്റ് ആയിട്ടുള്ള ഒരു മഖാനയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു സെയിം പാനിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ആ ഒരു മുളക് പൊടിയുടെ പച്ചക്കുത്തലൊന്ന് മാറാനാണ് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മഖാനയിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പും മുളക് പൊടിയൊക്കെ ആ ഒരു മഖാനയിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മുളക് പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല മഖാന ഇവിടെ റെഡിയായി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്വീറ്റ് മഖാന ഉണ്ടാക്കാം. അതിനായിട്ട് വേറൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു 2 ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര നമുക്കിനി ഒന്ന് ചൂടാക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു ബട്ടറിൽ തന്നെ അങ്ങ് മെൽറ്റാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മഖാനക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ചെറിയൊരു ഉപ്പ് കൂടി ചേരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന മഖാന ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ശർക്കര മഖാനയിൽ മുഴുവനായിട്ടും അങ്ങ് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്കിപ്പോൾ കാണാം ആ ഒരു ശർക്കര മൊത്തം മഖാനയിൽ കോട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും വേർതിരിച്ച് എടുക്കാൻ പറ്റും. സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. മുകളിലോട്ട് ഇങ്ങനെ കൂനയായിട്ട് ഇട്ടാൽ അത് നമുക്ക് അടർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് അടർത്തിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് ഇതുപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മഖാന വെച്ചിട്ടുള്ള 2 രീതിയിലുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് സ്വീറ്റ് മഖാനയും ഒന്ന് മസാല മഖാനയും. അപ്പോൾ ഇത് വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. എനിക്ക് കൂടുതലും സ്വീറ്റ് മഖാനയാണ് ഇഷ്ടപ്പെട്ടത്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ മസാല മഖാനയായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതുപോലെ ലോട്ടസ് സീഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു മഖാന വെച്ചിട്ട് വേറെയും പല റെസിപ്പീസും ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ഇത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.